നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹൗസിംഗ് ലോൺ എടുക്കുന്നതിനായിട്ട് ഒരു ബാങ്കിനെ നമ്മൾ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ എടുക്കുന്ന സാലറിഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ലോണിന് വേണ്ടി ആ ബാങ്കിനെ സമീപിക്കുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ കയ്യിൽ കരുതേണ്ടത്. അതായത് നമ്മളെപ്പോഴും ഒരു ലോണിന് വേണ്ടി പോകുന്നത് മിക്കവാറും ഒരു പ്രോപ്പർട്ടി ഫൈനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും. അപ്പോൾ എത്രയും ഫാസ്റ്റായിട്ടായിരിക്കും ബാങ്കിനെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ലോൺ പാസ്സായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബാങ്ക് ലോണിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എത്രയും മാക്സിമം ഡോക്യുമെൻറ്റ്സ് കയ്യിൽ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ലോണിന് ബാങ്കിനെ സമീപിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ലോണിൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത് ഇത്തിരി ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ലോൺ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ പൊതുവായിട്ട് മൂന്നായിട്ട് തിരിക്കാം. അതായത് ഒന്ന് KYC ഡോക്യുമെൻറ്റ്സ്, രണ്ട് ഇൻകം ഡോക്യുമെൻറ്റ്സ്, മൂന്ന് പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ അതിൽ ഇൻകം ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ KYC ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സിന് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. കാര്യം അതെല്ലാം കൂടെ പറഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. അപ്പോൾ ഇന്ന് നമ്മൾ KYC അതുപോലെ തന്നെ ഇൻകം ഡോക്യുമെൻറ്റ്സും ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് KYC നോക്കാം. KYC എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ എന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ഫോട്ടോ, പാൻ കാർഡ്, ആധാർ കാർഡ്. അതായത് ID അഡ്രസ് പ്രൂഫായിട്ട് പാൻ കാർഡോ ആധാർ കാർഡോ ആണ് ബാങ്ക് പൊതുവെ ചോദിക്കുന്നത്. അപ്പോൾ ആപ്ലിക്കൻ്റ് രണ്ട് പേരെ സാധാരണ ലോണിൽ പാർട്ടിയായിട്ട് വയ്ക്കാറുണ്ട്. അതിൽ വേണമെങ്കിൽ ഒരാളുടെ ഇൻകം എടുക്കാം, വേണമെങ്കിൽ രണ്ടുപേർക്കും ഇൻകം ഉണ്ടെങ്കിൽ രണ്ടുപേരുടെ ഇൻകം എടുക്കാം. അപ്പോൾ അതിൽ പാർട്ടീസായിട്ട് പൊതുവെ ബ്ലഡ് റിലേഷനാണ് ബാങ്കുകൾ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ എന്താ പറയുക അച്ഛൻ മകൻ, അങ്ങനെ ബ്ലഡ് റിലേഷനുള്ള കോമ്പിനേഷൻ ആയിരിക്കും എപ്പോഴും ആപ്ലിക്കൻറ്റും കോ ആപ്ലിക്കൻറ്റുമായിട്ട് വരുന്നത്. പക്ഷേ മിക്ക കസ്റ്റമേഴ്സിനും ഇങ്ങനെ ചിലപ്പോൾ അവർ ഇപ്പോൾ താമസിക്കുന്ന വേറെ അഡ്രസ്സിലായിരിക്കും, അവരുടെ ആധാർ അഡ്രസ്സ് വേറെ ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കൊരു പ്രസൻറ്റ് അഡ്രസ് പ്രൂഫ് ബാങ്കിന് കൊടുക്കേണ്ടതായിട്ട് വരും. പ്രസൻറ്റ് അഡ്രസ് പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെൻ്റൽ എഗ്രിമെൻ്റ് ആകണം. ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സിന് റെൻ്റൽ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അല്ലെങ്കിൽ ഗ്യാസ് ബില്ല്, ഇപ്പോഴത്തെ താമസിക്കുന്ന അഡ്രസ്സിലാണ് ഗ്യാസ് ബില്ല്, നമുക്ക് ഗ്യാസ് വരുന്ന ആ അഡ്രസ്സിലാണെന്നുണ്ടെങ്കിൽ ആ ബില്ലിൻ്റെ അഡ്രസ്സ് അതാണെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ആധാർ അഡ്രസ്സ് മാറ്റി എടുക്കാനായിട്ട് പൊതുവെ ബാങ്കുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ആധാർ അഡ്രസ്സ് ചേഞ്ചിങ് എന്ന് പറയുന്നത് അത്ര വലിയൊരു ടാസ്ക് അല്ല, ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ അക്ഷയ കേന്ദ്രമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവിടെ ഒരു ഗസറ്റഡ് ഓഫീസറുടെ ലെറ്റർ, അതിനൊരു ഫോമാറ്റ് അവിടെ നിന്ന് കിട്ടും. ആ ഫോമാറ്റിൽ നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വിത്തിനൊരു 1 വീക്ക് ടൈമിനുള്ളിൽ തന്നെ ഇപ്പോൾ ആധാർ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കിട്ടാറുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ അത് തന്നെ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ആധാർ അഡ്രസ്സിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ റെൻ്റൽ എഗ്രിമെൻ്റൊക്കെ വെച്ച് കയറി പോകും. പക്ഷേ ഡിസ്ബഴ്സ്മെൻറ്റ് മുമ്പായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ ബാങ്കിൽ ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിക്കുന്നത് റിലേഷൻഷിപ്പ് പ്രൂഫ്. ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ചിലപ്പോൾ റീസെൻ്റ്ലി മാരീഡൊക്കെ ആണെങ്കിൽ അവരുടെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് അവൈലബിൾ അല്ലെങ്കിൽ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പാസ്പോർട്ടിൽ സ്പൗസിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് റിലേഷൻഷിപ്പ് പ്രൂഫായിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇൻകം ഡോക്യുമെൻറ്റ്സ് ആണ്. ഇൻകം ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ സാലറിഡ് കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും സാലറിയാണ്, അവർക്ക് എല്ലാ മാസവും ബാങ്കിൽ ക്രെഡിറ്റ് വരുന്നുണ്ടാകും സാലറി. അപ്പോൾ അതിന് ചോദിക്കുന്നത് 3 മാസത്തെ പേ സ്ലിപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് സാലറി സർട്ടിഫിക്കറ്റ് ഇത് ചോദിക്കും. അത് കൂടാതെ തന്നെ 6 മാസത്തെ സാലറി ക്രെഡിറ്റ് ആയിട്ടുള്ള ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഈ 6 മാസത്തെ സാലറി എന്ന് പറഞ്ഞാൽ 6 സാലറി ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാവണം, ക്രെഡിറ്റ് ഉണ്ടാവണം. അപ്പോൾ ഒരു ക്രെഡിറ്റ് മാനേജർക്ക് ചെക്ക് ചെയ്യാനായിട്ട് 6 മാസം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട് ചിലപ്പോൾ. പക്ഷേ അതിൽ ചിലപ്പോൾ 6 ക്രെഡിറ്റ് ഉണ്ടാവില്ല, 6 മാസത്തെ സ്ലിപ്പ് ഉണ്ടാവും, സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, പക്ഷേ 6 ക്രെഡിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. 6 സാലറി ക്രെഡിറ്റ് അതിനകത്ത് ഉണ്ടാവും. അത് അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചോദിക്കുന്നത്. പിന്നെ ബാങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പ്രീവിയസ് എംപ്ലോയ്മെൻറ്റ് പ്രൂഫ്. അതായത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ 2 കൊല്ലത്തിൽ താഴെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് മുന്നത്തെ ഒരു 2 to 3 years കവർ ചെയ്യുന്ന ഒരു പ്രീവിയസ് എംപ്ലോയ്മെൻറ്റ് പ്രൂഫ്, നേരത്തെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ അപ്പോയിൻമെൻറ്റ് ലെറ്ററോ ലീവിംഗ് ലെറ്ററോ സാലറി സർട്ടിഫിക്കറ്റോ സാലറി സ്ലിപ്പോ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റും കൂടെ ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രീവിയസ് എംപ്ലോയ്മെൻറ്റ് പ്രൂഫും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാധാരണയായിട്ട് പൊതുവായിട്ട് ബാങ്കുകളിൽ പിന്നെ ലോണിന് വേണ്ടി സമീപിക്കുമ്പോൾ ചോദിക്കുന്ന ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്. ഇത് കേസ് ടു കേസ് ഡിഫറൻസ് വരും. ഒരു സാലറിഡ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ബാങ്കിൻ്റെ രീതി ആയിരിക്കില്ല വേറൊരു ബാങ്കിന്. ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസാണ്. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നതെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ബാങ്കുകൾക്ക് അനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ ഇത്രയും ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ വെച്ചതിന് ശേഷം ബാങ്കിനെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ആ ലോണിൻ്റെ പ്രോസസ്സ് ഇത്തിരി കൂടെ ഈസി ആയിരിക്കും. ഫാസ്റ്റായിട്ട് ലോൺ സാങ്ഷൻ ആവാനും ഡിസ്പേഴ്സ് ചെയ്യാനൊക്കെ അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡീറ്റെയിൽസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലിടാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ്സ് രേഖപ്പെടുത്താം. ഇതുപോലത്തെ മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഇനിയും വരാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം. താങ്ക് യു.